ശരയോഗം പരിശീലിച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ, പ്രയോജനങ്ങൾ ഉണ്ടാകുമോ? ഇതൊരു തെറ്റായ ശാസ്ത്രമാണോ? ഇതിന് സൈദ്ധാന്തിക തലത്തിൽ മറുപടി നൽകുന്നതിന് മുമ്പ് ശരയോഗം അഭ്യസിക്കുന്ന പഠിതാക്കളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു കപടശാസ്ത്രമല്ല എന്ന് തന്നെ പറയാം. കാരണം എനിക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 18 ദിവസത്തിൻ്റെ മുകളിലായി. 18 സെക്കൻഡ് ലെവൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു 4-5 ദിവസം പിന്നിട്ടുണ്ട്. 5-6 ദിവസം പിന്നിട്ടു. അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടിപ്പോൾ ഒരു 15-18 ദിവസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഇത് കപടശാസ്ത്രമാണ് എന്ന് പറയുന്നതിന് ശരിയല്ല എന്ന് പറയാനൊരു കാരണം, ഞാനിപ്പോൾ സെക്കൻഡ് ലെവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ലെവൽ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 ദിവസത്തിന് മുകളിലായി. 5 ദിവസം ചെയ്യുമ്പോൾ നമ്മൾ ആ ധ്യാനം, ശരയോഗ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആനന്ദവാനാണ്. നമ്മളത് കുറേ സമയം നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ കുറേ കഴിയുമ്പോഴും നമ്മളതൊരു വേറൊരു ലെവലിലേക്കാണ് നമ്മളെത്തുന്നത്. അതായത് ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു ശൂന്യതയുടെ ലോകത്തേക്കാണ് നമ്മളെത്തുന്നത്. അങ്ങനെ കുറേ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. പുറത്തുള്ള ശബ്ദങ്ങളുണ്ടെങ്കിലും അതൊന്നും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ എൻ്റെ ആജ്ഞാചക്രത്തിലേക്ക് ഒരു ഊർജപ്രവാഹം, നമ്മുടെ മൂലാധാരത്തു നിന്ന് ഈ പാമ്പുകളുടെ അതിനെ ചുറ്റി പിണഞ്ഞ് മുകളിലേക്ക് എത്തുന്നത് പോലത്തെ ഒരു ഊർജപ്രവാഹം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ആജ്ഞാചക്രത്തിൽ ഭയങ്കര ഒരു പ്രകാശം വന്ന ഒരു ശക്തിയിലുള്ള ഒരു ചക്രം പോലെ തിരിയുന്നതായിട്ടും എല്ലാം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരയോഗം ഒരു കപടശാസ്ത്രമാണ് എന്ന് പറയുന്നവർ അത് ഒരു നിമിഷം പോലും നമ്മളത് ചെയ്തു നോക്കാത്തവരായിരിക്കും. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ അവരുടെ മനസ്സിലെ ചിന്തകൾ അതൊരു കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലേക്ക് ഒരു കടിഞ്ഞാണുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളെ പിടിച്ചു കെട്ടാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശരയോഗം ഒരു കപടശാസ്ത്രമല്ല. അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഒരു സ്കിന്നിലൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അത് മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് പോവും. നമ്മളത് അപ്ലൈ ചെയ്യൽ നിർത്തിക്കഴിഞ്ഞാൽ രണ്ടാമതും അത് വരും. എനിക്ക് ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ ഇതിൽ ഈ ഒരു വിദ്യ, ശരനൂൽ ശാസ്ത്രം വിദ്യ എനിക്ക് കിട്ടിയത് മുതൽ, ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നത് മുതൽ ഇപ്പോൾ ഞാൻ മരുന്നൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. എനിക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണവുമില്ല. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ഈ ഒരു കപടശാസ്ത്രമാണ് എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. കപടശാസ്ത്രമല്ല. അത് നമ്മളുടെ നിരന്തരമായ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും. മനസ്സിനെ കാട് കയറി ചിന്തിക്കുന്നത് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ഇതൊരു ലാബിൽ കൂടെ ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഇത് മനസ്സാകുന്ന, ശരീരമാകുന്ന ലാബിൽ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. അത് തന്നെ ഒരു വലിയൊരു ശാസ്ത്രമാണ്. ധ്യാനത്തിൽ കൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ശരനൂൽ ധ്യാനത്തിലൂടെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാനതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ശരനൂൽ യോഗ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ പനിയോ അല്ല ജലദോഷമോ തലവേദനയോ വരുന്ന സമയത്ത് ഞാൻ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ ആ സമയത്ത് ഞാൻ ശരനൂൽ യോഗ ധ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ രോഗം മാറുന്നതായി മനസ്സിൽ കാണുകയും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ആനന്ദവാനാണ് എന്ന് മനസ്സിൽ പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മാറുന്നുണ്ടത്. എനിക്ക് അങ്ങനെയുള്ള ഒരു അസുഖം ഇപ്പോഴും ഉണ്ടാവുന്നില്ല. പ്രണാമം ഗുരു. ഇന്നും ഗുരു പറഞ്ഞ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ശബ്ദങ്ങൾ, ഓരോ ചെറിയ ശബ്ദം മുതൽ വലിയ ശബ്ദം വരെ ശ്രദ്ധയോടെ വീക്ഷിക്കാനും കേൾക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇന്ന് 4ാമത്തെ ദിവസമാണ് പ്രാക്ടീസ്. ഇന്നും എല്ലാ ദിവസവും 2 നേരം വെച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ചെയ്തായിരുന്നു പ്രാക്ടീസ് ശരനൂൽ യോഗം.
പിന്നെ എനിക്കിതിൽ പറയാൻ വന്ന കുറച്ച് ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ ഓരോരുത്തരടുത്തും കാണിക്കുന്ന ശ്രദ്ധ കുറച്ച് കൂടുന്നുണ്ട്. അതായത് ഇപ്പം എൻ്റെ വീട്ടിലുള്ള പാരൻസിൻ്റെ അടുത്തായിരുന്നാലും ചില കാര്യങ്ങൾ ഞാൻ മുന്നേ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനും കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് വേഗത കുറഞ്ഞ് ശ്രദ്ധ കൂടി, അങ്ങനെ ഒരു കാര്യം എനിക്ക് ബെനിഫിറ്റായിട്ട് ഫീൽ ചെയ്തു. ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുന്നേ ഒരു അറിവ് പോലെ ഒരു ധൃതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് ശ്രദ്ധയും കുറച്ചുകൂടെ സ്നേഹവും എല്ലാവരുടെ അടുത്തും കൂടുതൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് ഗുരു. ഒരുപാട് സന്തോഷം. എന്നും പ്രാക്ടീസ് ചെയ്യും, എന്നും ഇനി പ്രാക്ടീസ് ചെയ്യും. നന്ദി. നമസ്തേ ഗുരുജി. ഇത്രയും ദിവസം ശരണ്വല യോഗ പ്രാക്ടീസ് ചെയ്തതിൻ്റെ എൻ്റെ കുറച്ച് എന്നെ തന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, എൻ്റെ അവയർനെസ് ലെവല് നല്ലോണം കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മുൻപ് കുറച്ചിങ്ങനെ നമ്മൾ തോട്ട്സിൽ ഇപ്പം എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ വേണ്ടാത്ത ജോലികളൊക്കെ ചെയ്യുമ്പം തോട്ട്സിൽ പെട്ടുപോകുന്ന പോലെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എപ്പോഴും ഒരു അവെയറാണ്. എനിക്ക് വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ അവെയറായിട്ട് ഞാൻ ചെയ്യുന്നതായിട്ടൊരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതുപോലെ 5 സെൻസ് ഓർഗൻസ് ഉപയോഗിക്കുമ്പോഴും മുൻപത്തെ പോലെ അല്ലാതെ വളരെ ബോധത്തോടു കൂടി, വളരെ അവയർനെസ്സോട് കൂടി തന്നെയാണ് അതും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ എന്നും പുറത്തു പോകുമ്പം കണ്ടിരുന്ന കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇത് ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ള ഒരു അനുഭവമൊക്കെ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എനിക്ക് വന്ന വേറൊരു മാറ്റം എന്താന്ന് വെച്ചാല്, മുൻപൊക്കെ എനിക്ക് ചില സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ആങ്സൈറ്റി വരും, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ സ്ട്രെസ്സൊക്കെ വരുമായിരുന്നു. പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ആങ്സൈറ്റി ലെവലും സ്ട്രെസ് ലെവലൊക്കെ വളരെയധികം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എപ്പോഴും ഒരു മനസ്സിനൊരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീല് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രശാന്തി ധ്യാനത്തിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ അത് കഴിയുമ്പോൾ ഉള്ളിൽ അത്രയും ഒരു പ്രശാന്തത ഉണ്ടാവുന്നുണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ കൂടുതൽ സമയം ഇങ്ങനെ ആ ഒരു മുഖത്തൊരു പുഞ്ചിരി വരുന്നതുകൊണ്ട് തന്നെ കുറെ ഫീൽ ഗുഡ് ഹോർമോൺസും ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്കിപ്പം ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോ കേട്ട് ചെയ്യേണ്ടി വരുന്നില്ല. കൃത്യമായിട്ട് ചെയ്യുന്നതെല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ശരണ്വല യോഗ പ്രാക്ടീസ് തുടങ്ങിയ ശേഷമുള്ള എൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇനിയും കൂടുതൽ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗുരുജി. താങ്ക് യു. ഹലോ ഗുരുജി, നമസ്തേ. ഞാൻ ഇന്ന് ശരണ്വല ചെയ്തപ്പം സരസങ്കല്പ ധ്യാനം ചെയ്ത സമയത്ത് ചെറിയൊരു അനുഭവം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രകാശം നെറ്റിയുടെ അവിടെ ഇങ്ങനെ വരുന്ന പോലെ ഒരു അനുഭവം എനിക്കിന്നുണ്ടായിരുന്നു. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഇരുന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ തറയിലിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ ഞാൻ കസേരയിൽ ഇരുന്നാണ് ചെയ്തത്. അപ്പം എനിക്ക് കാലിൻ്റെ പെരുക്കുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം ആ വേദന ഇല്ലാത്ത കാരണം എനിക്ക് ഇതിനകത്തോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു അനുഭവം ഇന്ന് ഉണ്ടായതുപോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇന്നലെയും ഇന്നും രാവിലെയും, ഇന്നലെയും 2 നേരവും ഇന്ന് രാവിലെയും ശരണ്വല യോഗം പരിശീലിച്ചായിരുന്നു. ഇന്ന് രാവിലെ പരിശീലിച്ചപ്പോൾ നെറ്റിയിൽ നെറ്റി അകത്തായിട്ടാണ്, നെറ്റിക്ക് കണ്ണടച്ചാണ് ചെയ്യുന്നത്. കണ്ണടച്ചപ്പോൾ നെറ്റിയിലൊരു ഇങ്ങനെ ഒരു വെള്ളി വെളിച്ചം പോലെ നെറ്റിയിൽ ഇങ്ങനെ ഒരു ലൈറ്റ് പോലെ കുറെ ഇങ്ങനെ സ്പ്രെഡായാണ് കണ്ടത്. നമ്മളെ വെയിൻസ് ഒക്കെ ഓടുന്ന പോലത്തെ രീതിയിൽ നെറ്റിയിൽ ഇങ്ങനെ ഒരു ബിന്ദു പോലെ, അല്ല ഇങ്ങനെ പടർന്നത് പോലെ കണ്ടു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഇന്നലെ ആണ് ഞാൻ 10 ദിവസം തികച്ചത്. ഞാൻ 14-ാം തീയതി ശരണ്വല യോഗം പരിശീലിച്ച് തുടങ്ങിയായിരുന്നു. ഒരുപാട് സന്തോഷം. നല്ല പോസിറ്റീവായിട്ടുള്ള, നല്ല സന്തോഷമായിട്ടുള്ള, എല്ലായിടത്തും നല്ല ഒരുപാട് സന്തോഷമായിട്ടും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും കാണുന്നുണ്ട് ഗുരു. നന്ദി. സാറ് പറഞ്ഞ പോലെ നമ്മുടെ ദുർഗുണങ്ങളൊക്കെ നമ്മളെ തനിയെ വിട്ടു പോകുമെന്ന് പറഞ്ഞ പോലെ ഈ ഫോൺ അഡിക്ഷൻ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്നതിന് വലിയൊരു തടസ്സമായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. ഒരുപാട് സമയം ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് മൈൻഡ്ഫുൾ അല്ലാതെ ഇരിക്കുന്ന ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്യുന്നു. പ്ലസ് എനിക്ക് ADHD ഉണ്ട്, ഡയഗ്നോസ്ഡ് ആണ്. പിന്നെ കുറച്ച് ട്രോമാസും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക്
മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ശരയോഗ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തപ്പം കുറച്ചുകൂടെ റിയലൈസേഷൻ വരുന്നുണ്ട്. അത്രയും മൈൻഡ്ഫുൾ ആയിട്ടില്ല, പക്ഷേ മൈൻഡ്ഫുൾ ആവേണ്ടതിൻ്റെ ഒരു നെസസിറ്റിയെ കുറിച്ച് എനിക്ക് ബോധ്യമാവുന്നുണ്ട്. ഞാൻ ഒട്ടും മൈൻഡ്ഫുൾ അല്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി പണ്ടത്തെക്കാളും ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പം മൈൻഡ് എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആകാൻ ശ്രമിക്കുകയാണ്. മൈൻഡിന് ഡിസ്ട്രാക്ഷൻ അഡിക്ഷൻ ആണെന്നുള്ള പോലെയാണ്. എന്തിൽ നിന്നൊക്കെയോ പ്രസൻറ്റിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളിൽ ഇഷ്യൂസിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ടെൻഡൻസി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും കാമായിട്ട് എങ്ങനെ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സ് ശൂന്യമാക്കി വെച്ചിരിക്കാൻ അറിയത്തില്ലാത്തതുപോലെ മൈൻഡ് അങ്ങനെ ശീലിച്ചു പോയി ഒത്തിരി വർഷങ്ങൾ കൊണ്ട്. ആ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യണം. അതാണ് എനിക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് സാർ. ഒരുപാട് കോഴ്സുകൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു, പല കൗൺസിലിംഗ് എടുത്ത്, NLP എടുത്ത്. പക്ഷേ ഇതിലെനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ എത്തേണ്ടിടത്ത് എത്തി എന്നുള്ള ഒരു ഫീലുണ്ട്. അപ്പം എനിക്ക് ഓരോ ഘട്ടത്തിലും ഒരുപാട് റിഫൈൻഡായിട്ട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പോലും എനിക്ക് ഒരു കോൺഷ്യസ്നെസ് ലെവലില്ലായിരുന്നു. പണ്ട് അത്രയും താഴെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഒരുപാട് ജേണൽ ചെയ്ത്, ഒരുപാട് ആലോചിച്ച്, ഒരുപാട് ശ്രമിച്ചു. അങ്ങനെയൊക്കെ പതുക്കെയാണ് ഞാൻ ഇത്രയെങ്കിലും വന്നത്. അപ്പം ഈ ഒരു വിദ്യ എന്നിലോട്ട് വന്നെങ്കിൽ അതും എൻ്റെ ആ ഒരു ശ്രമങ്ങൾ ദൈവം കണ്ടതുകൊണ്ടും കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിനി ഇനിയും എന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നു. ഞാൻ എൻ്റെ തോട്ട്സ് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്.